നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്ത പോലീസ്. മുൻ മാനേജർ എന്ന് അവകാശപ്പെടുന്ന വിപിൻ കുമാറിനെ മർദ്ദിച്ചുവെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്ത പോലീസ്. കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയാണ് ഇൻഫോ പാർക്ക് പോലീസ് നടനെ ചോദ്യം ചെയ്തത്. താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ മൊഴിയിലും ആവർത്തിച്ചു. കണ്ണാടി വലിച്ചെറിഞ്ഞത് വൈകാരിക പ്രകടനമായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. പൊതുപ്രവർത്തകനെ പീഡനക്കേസിൽ പ്രതിയാക്കി. SI നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം. അന്വേഷണം നടത്താതെ സ്ത്രീ പീഡനക്കേസിൽ പ്രതിയാക്കിയെന്ന പരാതിയിൽ പൊതുപ്രവർത്തകന് നഷ്ടപരിഹാരം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. തുക തിരുവമ്പാടി SI EK രമ്യയിൽ നിന്നും ഈടാക്കാൻ DGPക്ക് നിർദ്ദേശം. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി സെയ്തലവിയുടെ പരാതിയിലാണ് നടപടി. പരാതിക്കാരന് 50,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. സിവിൽ തർക്കമാണ് സ്ത്രീ പീഡന പരാതിക്ക് പിന്നിലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. മതിയായ അന്വേഷണം നടത്താതെയാണ് പോലീസ് കേസെടുത്തെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. ഷാർജയിൽ മകളെ കൊന്ന മലയാളി യുവതി ജീവനൊടുക്കി. കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലിന്റെ ഭാര്യ കൊട്ടാരക്കര ചന്ദനത്തോപ്പ് രജിതാ ഭവനിൽ വിഭഞ്ചിക മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത്. 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയാണ് യുവതി കടുംകൈ ചെയ്തത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് കടുംകൈ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. VCയുടെ ഉത്തരവ് തള്ളി രജിസ്ട്രാർ അനിൽകുമാർ സർവകലാശാലയിലെത്തി. തടയാതെ ഉദ്യോഗസ്ഥർ. കേരള സർവകലാശാലയിലെത്തി രജിസ്ട്രാർ KS അനിൽകുമാർ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അനിൽകുമാർ പറഞ്ഞു. മിനി കാപ്പന് രജിസ്ട്രാർ ചുമതല നൽകി VC മോഹൻ കുന്നുമേൽ ഉത്തരവിറക്കിയിരുന്നു. അനിൽകുമാർ എത്തിയാൽ തടയാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വിലക്കുകളെയെല്ലാം മറികടന്നാണ് രജിസ്ട്രാർ അനിൽകുമാർ കേരള സർവകലാശാലയെത്തി ഓഫീസിൽ പ്രവേശിച്ചത്. രാജ്യ തലസ്ഥാനത്ത് ശക്തമായ പ്രകമ്പനം രേഖപ്പെടുത്തിയത് 4.4 തീവ്രത. ദില്ലിയിൽ ഇന്ന് രാവിലെ 9:04 ഭൂചലനമുണ്ടായത്. ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.4 പോയിന്റ് രേഖപ്പെടുത്തി. ഹരിയാനയിലെ ജജ്ജറാണ് പ്രഭവ കേന്ദ്രം. ഡൽഹിയിലെ പല പ്രദേശങ്ങളിലെയും ആളുകൾ പ്രകമ്പനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. വീട്ടുപകരണങ്ങളെല്ലാം കുലുങ്ങിയത് ജനങ്ങളെ ഏറെ ഭയപ്പെടുത്തി. ഭൂകമ്പ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള പശ്ചിമ ഉത്തർപ്രദേശിലെ മീററ്റിലും ഷാംലിയിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്.